ഹലോ, എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ യൂട്യൂബിൽ പുതിയതായിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നീലിമ കേട്ടോ. വീട് കായംകുളത്താണ്. ഞാനും കുഞ്ഞും ഹസ്ബൻഡും കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി. അപ്പോൾ ഞങ്ങളിപ്പം ബാംഗ്ലൂരാണുള്ളത്. അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ സാധാ ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ യൂട്യൂബിൽ. ലോങ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്ന് ഒരു വീട്ടിലത്തേക്ക് നമുക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെയുള്ളൊരു ചേച്ചിയാണ് സിൻസ് ചേച്ചി. ചേച്ചി അപ്പാർട്ട്മെൻറ്റ് മാറിയപ്പം ഞങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട് ആരെയും കൂടി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ചേച്ചി നേരത്തെ ഗൂഗിൾ മാപ്പൊക്കെ ഷെയർ ചെയ്ത് തന്നായിരുന്നു. ഞങ്ങൾ 2 വീലറിലാണ് പോയത്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഒരു വഴിക്കങ്ങ് ചെന്ന് എത്തിപ്പെട്ടു. കുറച്ച് ദൂരം ഉള്ളായിരുന്നു, ഒരു 10-15 കിലോമീറ്റർ എങ്കിലും സാരില്ല, ഞങ്ങൾ ഓടിയങ്ങ് ചെന്നു. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വഴി. നമുക്ക് അവിടെ എത്തിയപ്പോൾ ഒരു ഡൗട്ടുള്ളത് കാരണം നമ്മൾ സിൻസ് ചേച്ചി അവിടെ നിന്നുകൊണ്ട് വിളിച്ചേച്ചി ഇവിടെ ഒരു മാവിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ചേച്ചി ഇറങ്ങി വന്നു. ഇതാണ് നമ്മുടെ വീട്. ഇതിപ്പോൾ ചേച്ചി പുതുതായിട്ട് മാറിയ അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഞങ്ങൾ അകത്ത് കയറി. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ആര്യമോൾ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇതാണ് ആര്യം. ഞങ്ങൾ രണ്ടുകൂടെ പോയത്. പിന്നെ ചെറുതായിട്ട് വീടൊക്കെ ഒന്ന് നടന്ന് കണ്ടപ്പോഴത്തേക്കും ചേച്ചി ചായ തന്നു. ചായയും കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് 3 മക്കളാട്ടോ. പക്ഷെ മക്കൾ 3 പേരും നാട്ടിൽ പോയേക്കുക, വെക്കേഷൻ ആയതുകൊണ്ട്. ചെന്ന് കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ടെറസിൻ്റെ മുകളിൽ പോയി കാണാം, അവിടെ നിന്ന് നല്ല വ്യൂ ആണ്. ചേച്ചി കുറച്ച് തുണിയും കൂടെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ എങ്ങനെ ടെറസിൻ്റെ മണ്ടയ്ക്ക് പോയതാണ് ഈ കാണുന്നത്. തൊട്ട് മുകളിലത്തെ ആൾക്കാർ അവിടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ പടർത്തിയേക്കുന്നതും തുളസിത്തറയൊക്കെ വെച്ചേക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ മുകളിലോട്ട് അങ്ങനെ കയറിപ്പോയത്. ഇത് മറ്റേ മിൻറ്റിൻ്റെ ചെടിയാട്ടോ വെച്ചേക്കുന്നത്. അവിടെ മൊത്തം 3 നിലയുള്ള വീടാണ്. അതിൽ താഴത്തെ ഫ്ലോറിലാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾക്കാരുടെ എങ്ങാണ്ട് കൃഷിയായത്. കുറേ സാധനങ്ങളുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ചൂടുണ്ടെങ്കിലും ചുട്ടുപൊള്ളുന്ന ചൂടങ്ങനെ അറിയാനില്ല. വെയിലുണ്ട്, പക്ഷേ ചൂടങ്ങനെ അറിയാനില്ല. പിന്നെ എന്തൊക്കെയൊക്കെയോ കൃഷിയുണ്ട് അവർ ചെയ്തേക്കുന്നതൊക്കെ ഞാൻ വീഡിയോസ് എടുത്തത്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അവിടെ നോക്കുമ്പോൾ ആ ഒരു വ്യൂ കാണാം. ഇതാണ് ആ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ചെടികളും അവരുടെ കളക്ഷനിലുണ്ടെന്ന് തോന്നുന്നു. ചുറ്റും ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടായിരുന്നു ചെടികളൊക്കെ. ഇത് പിന്നെ അവരുടെ തുണി നനക്ക് കല്ലിലൊന്നും ആരും കഴുകാറില്ല എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എല്ലാവരും വാഷിംഗ് മെഷീനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചേച്ചിയും ആര്യയും കൂടെ അവിടെ നിന്ന് തുണി വിരിക്കുക. ഞാൻ പിന്നെ അവിടെ നോക്കി നടന്നപ്പോഴത്തേക്കും ഇതാണ് അവിടുത്തെ മുകളിലത്തെ വ്യൂ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ പതിയങ്ങ് ഇറങ്ങുന്ന വഴിക്കാണ് പറഞ്ഞത്. നോക്കിയപ്പം ചെറിയ തക്കാളികളൊക്കെ ഇങ്ങനെ നട്ട് വെച്ചേക്കുക. അതിനകത്ത് ഇഷ്ടംപോലെ കായ്ച്ചിട്ടുമുണ്ട്. തുണിയൊക്കെ വിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പതിയങ്ങ് ഇറങ്ങി. ശേഷം ഞങ്ങൾ ഊണ് കഴിച്ചു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതും കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ചേച്ചിക്ക് ഇവിടെ നിന്ന് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നകത്ത് കഴിച്ചു. ശേഷം ചായ കൂടി. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ. ചായയുടെ കൂടെ പിന്നെ ഈ എണ്ണയിലിട്ട് വറക്കുന്ന സാധനവും പിന്നെ ഒരു വട്ടത്തിൽ മുറുക്കും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ വരെ പോകാമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ മഴ പെയ്തത് കാരണം അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പതിയെ ഞാനും ആരെയും കൂടെ തിരിച്ചു പോരുന്നു. വന്ന വഴിക്ക് നല്ല മഴക്കോളുണ്ടായിരുന്നു. ഞാനൊരു വിധത്തിൽ ഞങ്ങൾ ഓടിച്ചിങ്ങ് പോരുന്നു. പക്ഷെ ഇങ്ങ് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായിപ്പോയി. ഞാനൊരു വിധത്തിലാട്ട വണ്ടി ഓടിച്ച് വന്നത്. ഭയങ്കര മഴയായിരുന്നു. പിന്നെ അടുത്തെത്താറായപ്പോഴത്തേക്ക് ഞാൻ പതിയെ ഓടിച്ചിങ്ങ് വന്നതാണ്. ഇതിപ്പം ഞങ്ങളുടെ റൂമിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെപ്പാട്ടെ. മഴയെന്ന് പറഞ്ഞാൽ ചില്ലറ മഴയല്ല കേട്ടോ, അന്യായ മഴയായിരുന്നു. പിന്നെ വന്നു ഒരു തേയിലവെള്ളം ഇട്ട് രാവിലത്തെ കുറച്ച് ഉപ്പുമാവും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.